ചിലർക്കെങ്കിലും ഒരു ധാരണ വരാൻ സാധ്യതയുണ്ട്. അതെന്താ? റമദാൻ ഷരീഫിലെ 30 ദിവസത്തെ നോമ്പ് അതിനിപ്പോൾ ഒന്നാണ്ട് ഒഴിവായി പോയി, നമുക്ക് വേറെ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടിയാൽ മതിയല്ലോ എന്ന് ചിന്ത വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേതാ? ഞാൻ ഹദീസ് ഒന്ന് വായിക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസത്തെ നോമ്പിനെ ഒരാൾ മുറിച്ചാൽ, അങ്ങനെ മൻ അഫ്തറ ഒരാൾ ഒഴിവാക്കിയാൽ, യൗമൻ ഒറ്റ ദിവസത്തെ നോമ്പിനെ, മിൻ റമളാൻ റമളാനിൽ നിന്നുള്ള ഒരു നോമ്പിനെ ഒരാൾ ഒഴിവാക്കിയാൽ, മിൻ ഗൈരി ഉദ്രിൻ, മിൻ ഗൈരി ഉദ്രിൻ, നോമ്പ് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ശറഅ് വിശദീകരിച്ചിട്ടുണ്ട്. അതില്ലാതെ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈലുകാരിയാവുക, പ്രസവാനന്തര രക്തം നിഫാസ് ഉള്ള പെണ്ണാവുക, അതുപോലെ രോഗിയാവുക. അത് ഹദീസിൽ തന്നെ ഉണ്ട്, മിൻ ഗൈരി ഉദ്രിൻ വലാ മറളിൻ, രോഗമോ മറ്റ് കാരണങ്ങളോ കൂടാതെ. മറ്റ് കാരണങ്ങളിൽ എന്നുള്ളതിൽ യാത്രയുണ്ട്, ഹലാലായ ദീർഘമായ യാത്ര. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ട് പോകുന്ന പിന്നെ ആകെ 10, 20, 25 കിലോമീറ്റർ ഉള്ള യാത്രയല്ല, ജംഉം കസുറും അനുവദനീയമാകുന്ന യാത്ര, അതും ഹലാലായ യാത്രയാകണം. അങ്ങനെയുള്ള യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള അനുമതിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ല, മുസാഫിറല്ല, ശുദ്ധിയില്ലാത്ത ഹൈലോ നിഫാസോ ഉള്ളവൾ അല്ല, രോഗിയുമല്ല. അപ്പൊ നോമ്പ് നോൽക്കാനുള്ള ആഫിയത്തുണ്ട്, നോമ്പ് നോൽക്കാനുള്ള ഖുവ്വത്തുണ്ട്, ശരീരത്തിൽ അങ്ങനെ രോഗമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാള് വെറുതെ മടിയനായി നോമ്പ് ഒഴിവാക്കിപ്പോയി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യഖ്ളിഹി സിയാമുദ്ദഹർ വഇൻ സാമഹു. സ്വഹീഹുൽ ബുഖാരിയുടെ അധ്യാപനമാണത്. പരിശുദ്ധ റമളാനു ശരീഫിലെ ഒരു നോമ്പിന് പകരമായി അവന്റെ ആ കൊല്ലം മുഴുവനും അവൻ നോമ്പനുഷ്ഠിച്ചാൽ, ആ റമളാനു ശരീഫിലെ ഒരു നോമ്പിന് പോലും കൊല്ലം മുഴുവനും നീ നോമ്പ് നോറ്റാലും അത് മതിയാവുകയില്ല. എന്താണ് അതിന്റെ ഗൗരവം? എന്താണ് അതിന്റെ ഗൗരവം? റമളാനു ശരീഫിലെ ഒരു നോമ്പ് നമുക്ക് ഖളായി പോയി. ആ നോമ്പിന് പകരമായി ശവ്വാല് തൊട്ട് നമ്മൾ നോൽക്കാൻ തുടങ്ങി. ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, അങ്ങനെ ജുമാദുൽ അവ്വലും ജുമാദുൽ ആഖിറും ഒക്കെ കഴിഞ്ഞ് റജബും ശഅബാനും 11 മാസവും ഫുള്ളായിട്ട് നോമ്പ് നോറ്റാലും പരിശുദ്ധ റമളാനിലെ ഒരു ദിവസത്തെ നോമ്പിനോട് കിടപിടിക്കാൻ ഈ 11 മാസത്തെ നോമ്പിനും കഴിയില്ല. കാരണം റമളാനിലെ നോമ്പൊന്ന് വേറെ തന്നെയാണ്. അതിന് പകരം മറ്റു മാസങ്ങൾ മുഴുവനും നോറ്റാലും ഒക്കുകയില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾക്ക് നോമ്പ് ഒഴിവായിപ്പോയി, അങ്ങനെ ഒഴിവായിപ്പോയാൽ ഖളാ വീട്ടണ്ട എന്നല്ല പറയുന്നത്, അത് നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞുവിടെ. പക്ഷെ ഖളാ വീട്ടിയത് കൊണ്ട് റമളാനിലെ നോമ്പായി കിട്ടുകയില്ല. റമളാനിലെ ഒരു നോമ്പ് ബോധപൂർവം ഖളാ വീട്ടുമ്പോൾ, ഖളാ ആക്കുമ്പോൾ, ഖളാ വീട്ടുക എന്നുള്ളൊരു കാര്യം നമുക്ക് നിർബന്ധമായി വന്നു. ആ കൽപ്പനയിൽ നിന്ന്
ഒഴിവാകാൻ വേണ്ടി ശറഇന്റെ നിയമമാണ് ഖളാ വീട്ടണം എന്നത്. ഖളാ വീട്ടൽ നിർബന്ധം. പക്ഷേ ഖളാ വീട്ടിയത് കൊണ്ട് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് പരിഹരിക്കുക എന്നതുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. റമദാൻ എന്നത് തന്നെയാണ് കാരണം. ഏതുപോലെ ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളെ മശായിഖന്മാരെ ഹദറത്തിൽ നമ്മളിരിക്കുന്നു. ആ ഇരുത്തം അത് മശായിഖന്മാരുടെ ഹദറത്തിൽ തന്നെ ഇരിക്കുമ്പോഴേ അതിൻ്റെ പ്രത്യേകത കിട്ടൂ. അത് ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് പകരം നമ്മൾ ജീവിതകാലം മുഴുവനും എവിടെയൊക്കെ പോയിരുന്ന് പള്ളിയിൽ തന്നെ പോയി ഇത്തിക്കാഫിരുന്നാലും അപ്പറഞ്ഞ സുഹബത്തിൻ്റെ ഒരു നിമിഷത്തിനോട് തുല്യമാകാൻ കഴിയില്ല. കാരണം എന്താ? ഇരിക്കുന്നത് നമ്മൾ ഒറ്റക്കാന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവരുടെ കൂടെയാണെന്നുള്ളത് തന്നെ. മശായിഖിന്റെ മുജാവറത്തായി അവരുടെ ജിവാറിലായി ഇരിക്കുമ്പോൾ ആ ഇരുത്തം അവരുടെ സമയങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു, ഔഖാതുന കുല്ലുഹ ലൈലത്തുൽ ഖദ്ർ, ഞങ്ങളുടെ സമയങ്ങളൊക്കെയും ലൈലത്തുൽ ഖദ്റാണ്. അവരെ കൂടെ അങ്ങനെ ഇരിക്കും. വലാസാല ശംലി ബിഹിം ഫില്ലാഹി മുജ്തമിആ വദംബുനാ ഫീഹി മഗ്ഫൂറൻ വമുഗ്തഫറാ. അവരെ കൂടെ അങ്ങനെ ഇരുന്നാൽ വേറൊന്നും ചെയ്യണ്ട. ആ ഇരുത്തത്തിൽ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോവുകയാണ്. ഹുമുൽ ഖൗം ലാ യസ്ഖാ ജലീസുഹും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവരല്ലാഹു പ്രത്യേകം ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ അഹ്ലാണ് അവർ. അവരെ കൂടെ ഇരിക്കുന്നവർ പോലും പരാജിതരാവുകയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മശായിഖന്മാരെ കൂടെയുള്ള നമ്മുടെ ഇരുത്തം ആ ഇരുത്തത്തിനോട് സമാനമാകാൻ മറ്റുള്ള ഇരുത്തങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു. ഇനി അതിന് പകരം ദുന്യാവിൽ വേറൊന്നുണ്ടോ? ഒന്നുമില്ല. അത് മനസ്സിലാക്കി തരാനാണ് റമദാൻ വന്നത്. റമദാനു ഷരീഫ് എന്ന ആ ശഅബാനിന്റെ 29 മാസം കാണുകയോ 30 പൂർത്തിയാക്കി റമദാനിലേക്ക് കടക്കുകയോ ചെയ്താൽ ആ റമദാനു ഷരീഫ് കഴിയുന്നത് വരെ അതൊരു പ്രത്യേക സമയം, നോമ്പിന് വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത ദിവസങ്ങൾ, അത് അതിനു വേണ്ടി തന്നെ അള്ളാഹ് നിയമിച്ചതാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയാണത്. ആ വ്യവസ്ഥിതിയോട് നമ്മൾ പൂർണ്ണമായി അനുസരണയോടെ വഴിപ്പെട്ടോളണം. കാരണം നമ്മൾ അബ്ദാണ്, അള്ളാഹു നമ്മുടെ ഖാലിഖാണ്. അപ്പോ ആ ദിവസം അതിനു വേണ്ടി മാത്രം നിശ്ചയിച്ചതാകുമ്പോ അവിടെ നമുക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അതിനു പകരമായി മറ്റുള്ള എല്ലാ മാസം നോമ്പ് നോറ്റാലും അതിനോടൊക്കുകയില്ല. അതാണ് നോമ്പിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സഹീഹുൽ ബുഖാരിയിൽ തന്നെ സ്ഥിരപ്പെട്ട ഹദീസ്. മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ മിൻ ഗൈരി ഉദ്രിൻ വലാ മറദിൻ. നോമ്പ് ഒഴിവാക്കാൻ പരിശുദ്ധ ശരീഅത്ത് അനുവദിച്ചു തന്ന രോഗമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ഇല്ലാതെ റമദാനിലെ ഒരു നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ ലം യഖ്ദിഹി സിയാമുദ്ദഹർ വഇൻ സോമഹു, ആ കൊല്ലം മുഴുവനും അവൻ നോമ്പനുഷ്ഠിച്ചാലും അതിനെ ഖളാ വീട്ടാൻ അല്ലെങ്കിൽ അതിനോട് സമാനമായ നോമ്പിനെ കൊണ്ടുവരാൻ അവന് കഴിയില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്തിന്റെ ഗൗരവമാണത്. ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കാനാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ തന്നെ അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടും കൂടി വായിക്കാം.
റമദാനിലെ ഒരുപാട് ഇബാദത്തിനെ കുറിച്ച് നമുക്ക് വഅദ് പറയണം ഇൻഷാ അല്ലാഹ്. ഇഅ്തികാഫിന്റെ കൂലി പറയാനുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത്, ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. തറാവീഹിനെ സംബന്ധിച്ച് പറയാനുണ്ട്. റമദാനിലെ സ്വദഖയെക്കുറിച്ച് പറയാനുണ്ട്. ഇങ്ങനെ എത്ര എത്ര വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്തുള്ളത് നോമ്പാണ്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമാണല്ലോ അത്. മഹാന്മാരായ ഔലിയാക്കന്മാർ അവരുടെ ഇബാദത്തുകളിൽ പ്രത്യേകമായ ഇബാദത്താണ് നോമ്പ്. അവരുടെ നോമ്പുകളൊക്കെ കേട്ടാൽ നമ്മളെ അജബായി പോകും. സൗമുൽ വിസ്വാൽ, തുടർച്ചയായ നോമ്പ്. അതങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് രാത്രി അത്താഴം കഴിച്ച് നിയ്യത്ത് ചെയ്ത് നോമ്പ് നോറ്റു, നാളെ മഗ്‌രിബായാൽ നോമ്പ് തുറക്കണം എന്നതാണ് നിയമം. നോമ്പ് തുറക്കലിനെ സ്പീഡാക്കണം എന്നാ പറഞ്ഞത്. തഅജീലുൽ ഫിത്ർ സുന്നത്ത, ഉളരിപ്പിക്കണം. സമയമായാൽ നോമ്പ് തുറക്കണം, സമയമാകണം, അതിന് മുമ്പ് ഉളരിപ്പിക്കാനും പാടില്ല. എന്ന മശായിഖിന്റെ സൗമുൽ വിസ്വാൽ, നോമ്പ് തുടങ്ങി മഗ്‌രിബാവുമ്പോൾ അവർ നോമ്പ് നിർത്തുന്നില്ല, രാത്രിയിലും നോമ്പ് തുടരുകയാണ്. പിറ്റേ ദിവസം പിന്നെയും നോമ്പിലാണ്, പിന്നെയും നോമ്പിലാണ്. അങ്ങനെ നോമ്പ് തുടർച്ചയായി വന്ന് 40 ദിവസത്തോളം നീണ്ട നോമ്പ്, 60 ദിവസം തുടർച്ചയായ നോമ്പ്, 100 ദിവസം തന്നെ പൂർത്തിയാക്കുന്ന നോമ്പുകൾ, സൗമുൽ വിസ്വാലും സൗമുസ് സർദുമൊക്കെ ഔലിയാക്കന്മാരെ നോമ്പുകളിൽ പ്രത്യേകം എണ്ണിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല, നമുക്കത് പാടില്ല. സൗമുൽ വിസ്വാൽ നമുക്ക് ഹറാമാണ്. തുഹഫയിൽ കാണാം, നോമ്പിനെ 2 നോമ്പ് തുടർച്ചയായി നോൽക്കുക. ഇന്നിപ്പോൾ നോമ്പ് നോറ്റാൽ അത്താഴം കഴിക്ക് നമ്മൾ നോമ്പിലേക്ക് വന്നാൽ മഗ്‌രിബായ നോമ്പ് പിന്നെ മുറിക്കണം, നോമ്പ് തുറക്കണം. രാത്രിയിൽ ഭക്ഷണം കഴിക്കണം എന്നല്ലേ പറഞ്ഞു, അപ്പോഴല്ലേ നോമ്പ് തുറന്നുണ്ടാവുള്ളൂ. എന്നാൽ മഗ്‌രിബിന് നോമ്പ് തുറക്കാതെ അടുത്ത ദിവസം കൂടി നോമ്പിനെ തുടർത്തുക, അത് ഹറാമാണ് എന്നാണ് നമ്മുടെ മസ്അല. തുഹഫയിൽ അത് കാണാം. അവിടെ തന്നെ പറയാം, ലാ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹറാമാണ് എന്ന നിയമം നമുക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് അല്ല. റസൂലുള്ളാഹി അങ്ങനത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഇത് കണ്ട് സ്വഹാബികൾ അങ്ങനെയുള്ള നോമ്പിന് ഒരുങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തില്ല. അത് എനിക്ക് പ്രത്യേകമാണ്, നിങ്ങൾക്ക് പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുഹഫയിൽ കാണാം, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ കഴിവ് ലഭിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കന്മാര് അവർക്കും ഈ സൗമുൽ വിസ്വാൽ തുടർച്ചയായ നോമ്പ് അനുവദനീയമാണ് എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിധ്യങ്ങളായി വരുന്ന മശായിഖിന് സൗമുൽ വിസ്വാലുണ്ട്. അതാ നമ്മൾ പറയുന്നത്, അവരെ നിസ്കാരം നോമ്പൊന്നും അളക്കാൻ നമ്മൾ പോകണ്ട. നമ്മൾ ജീവിതത്തിൽ തന്നെ അങ്ങനത്തെ ഒരു നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, നോൽക്കാൻ പറ്റൂല. അങ്ങനെ നോമ്പിലായി മുഴുകിയ അവരെയാണ് നമ്മൾ അളക്കാൻ പോകുന്നത്. അത് വളരെ വലിയ അപകടമാണ്. അതിടക്ക് സൂചിപ്പിച്ചതാണ്. റമദാനു ഷരീഫിൻ്റെ നോമ്പിൻ്റെ വില അറിയണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബൈഹഖിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ ഫീ ഗൈരി റുഖ്സത്തിൻ റഖ്ഖസഹു അല്ലാഹു ലം യഖ്ദിഹി അൻഹു സിയാമുദ് ദഹ്രി. സഹീഹുൽ ബുഖാരിയുടെ അതേ ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടാണിത്. എന്താണ് ഇതിൽ പറഞ്ഞത്? ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് ഒഴിവാക്കി, ഫീ ഗൈരി റുഖ്സത്തിൻ, അല്ലാഹു തആല വിടുതി തന്ന, അഫ്വ് തന്ന
അത് ഒഴിവാക്കി തന്ന കാരണങ്ങൾ ഇല്ലാതെ. എന്നാൽ ലം യഖ്ളിഹി അൻഹു സിയാമുദ്ദഹർ, ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റാലും ആ ഒരു നോമ്പിനോട് അത് സമാനമാവുകയില്ല. ഇനി അതേ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം, മൻ അഫ്ത്വറ യൗമൻ മിൻ റമളാന മുതഅമ്മിദൻ ഫഖദ് കഫറ. അങ്ങനെയുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുന്നവരാണ്. ആ നിയമങ്ങൾ നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കണം, അത് ചെയ്തിരിക്കണം, അത് നിയമമാണ്. നമ്മളത് ചെയ്തില്ലെങ്കിലോ, മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒറ്റ നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ മുതഅമ്മിദൻ, മനഃപൂർവം, ഫഖദ് കഫറ. നേരർത്ഥം വെച്ച് നോക്ക്, ഫഖദ് കഫറ എന്നാ പറഞ്ഞവൻ കാഫിറായി പോയി. വിശദീകരണങ്ങളുണ്ട്. നോമ്പ് നോൽക്കൽ, നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് കരുതി ഒരാൾ നോമ്പിനെ ഒഴിവാക്കിയാൽ, അങ്ങനെയൊക്കെ അതിന് വിശദീകരണങ്ങളുണ്ട്. നോമ്പ് ഒഴിവാക്കാം, അത് അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒഴിവാക്കിയാൽ എന്നൊക്കെ ഉലമാ അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. ഹദീസിൻ്റെ നേർക്കുനേരെയുള്ള പറയൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രകടമായ രൂപം, റമദാൻ ഷരീഫിലെ ഒരു നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ അവൻ കാഫറ, എന്തായാലും നന്ദികേട് ചെയ്തവനായി എന്നതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് നോമ്പിൻ്റെ ഗൗരവം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ശക്തമായി പറഞ്ഞിട്ടുണ്ട്.